ഹായ് എവ്രി വൺ. അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. UAE ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾക്ക് പുതിയ ഒരാൾക്ക് എങ്ങനെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു, ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പാസ്സായി, അതിൻ്റെ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഒരുപാട് ആഗ്രഹിച്ച് എടുത്തൊരു സംഭവമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. UAE ലൈസൻസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗത്തിൽ ഒരു ഒരു വലിയ കണ്ടന്റ് തന്നെയാണ്. കാരണം നമുക്ക് ജോലി സാധ്യതകൾ ഏറെ ലഭിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കാവുന്ന ഒരു സാധനമാണ് UAE ലൈസൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കിട്ടണമെങ്കിൽ, എങ്കിൽ പോലും കിട്ടി. അപ്പോൾ ഇതാണ് ലൈസൻസ്. ഇപ്പോൾ നമ്മളെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എനിക്കൊരു 4000 ദിറംസിനടുത്ത് ചിലവ് വന്നു ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഓരോ സ്റ്റെപ്പുകളും വളരെ സൂക്ഷിച്ച് ആലോചിച്ച് നമ്മളെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്ത് ആണ് അവസാനം നമുക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇവിടെ റെസിഡൻസ് വിസ ഉള്ള ആളുകൾക്കാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ അലൗ ചെയ്യുന്നുണ്ട്, NOCയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും NOCയുടെ ആവശ്യങ്ങൾ നിർബന്ധമായിട്ടുള്ളവർ ഉണ്ട്. അത് അങ്ങനത്തെ ഉള്ളവർ അതിൻ്റെ പേപ്പേഴ്സ് വാങ്ങിക്കാം കമ്പനിയുമായി ബന്ധപ്പെട്ട്. ഒരുവിധം ഒരു 90% മേഖലകളിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐ ടെസ്റ്റാണ്. ഐ ടെസ്റ്റ് നമുക്ക് നമ്മുടെ എമിറേറ്റ്സ് ID വെച്ചെടുക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൊറൂർ, എമിറേറ്റ്സിൽ അബുദാബി, ഞാൻ എൻ്റെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അബുദാബിയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഐ ടെസ്റ്റുകൾ ഉള്ളത് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ എടുത്തത് ബുർജിയിലുമായി കണക്റ്റഡ് ആയിട്ടുള്ള, മൊറൂർ തന്നെയാണ് എടുത്തത്, ബുർജിയിലുമായിട്ട് കണക്റ്റഡ് ആയിട്ട്. ബുർജിയിലായിരിക്കും മെജോറിറ്റി സ്ഥലത്തുണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇത് ഐ ടെസ്റ്റിന് 100 ദിറംസാണ് ചാർജ് വരുന്നത്. ആ ഐ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നമ്മുടെ എമിറേറ്റ്സ് സൈഡിലേക്ക് ഡയറക്റ്റ് അവർ അപ്ലോഡ് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അബുദാബിയിൽ ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നാട്ടിൽ ലൈസൻസ് ഉള്ളവർക്ക് ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലേക്ക് പോകാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം അത് എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലേക്ക് നമുക്ക് കയറാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനെപ്പറ്റി പറയാം. അതിനാദ്യം നമ്മളുടെ ഇന്ത്യയിലെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിൽ ഇവിടെ വേണം. ഈ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും അതിൻ്റെ ഡീറ്റെയിൽസും വെച്ച് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്തു തരും. ഈ ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇങ്ങോട്ടേക്ക് അപ്ഡേറ്റ് ആവും, അറബിയിലേക്ക്. അതുകൊണ്ട് നമുക്ക് ഈ ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, നമ്മുടെ ഒറിജിനൽ ലൈസൻസ്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതുമായിട്ട് അബുദാബിയിൽ മുസഫയിലോ അല്ലെങ്കിൽ ടൗണിലോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ അത് ചെയ്തു തരുന്നതാണ്. അതിനും ചാർജസ് വരുന്നത് 100 ആണ്. അപ്പം 200 ദിറംസായി ഞാൻ മൊത്തത്തിൽ പറഞ്ഞു. ഐ ടെസ്റ്റ് ആദ്യം, രണ്ടാമത്തത് ലീഗൽ ട്രാൻസാക്ഷൻ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഫയൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഫയൽ ഓപ്പണിങ്ങിന് ശരിക്ക് ഇനി നമുക്ക് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ വേറൊരാളെ സമീപിക്കേണ്ട ആവശ്യമോ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വളരെ സിമ്പിളാണ്. അത് നമുക്ക് ഓൺലൈനിൽ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഓൺലൈനിൽ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ പോപ്പുലറായിട്ട് അറിയാവുന്ന UAE പാസോ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എമിറേറ്റ്സ് IDയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടേത് തന്നെയാണോ എന്നാണ്. അതില്ലാത്തവർക്ക് UAE പാസ് എന്ന സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എന്നിരുന്നാലും ഈ എമിറേറ്റ്സ് IDയിൽ നമ്മുടെ സ്വന്തം നമ്പർ വേണ്ടത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരാം. അത് മെജോറിറ്റി കണ്ടുവന്നിട്ടുള്ളത് പിന്നെ കമ്പനി PR ഹോൾഡർ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ നമ്പർ, അല്ലെങ്കിൽ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അന്ന് രജിസ്റ്റർ ചെയ്ത നമ്പർ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ICA അല്ലെങ്കിൽ ICP എന്നാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കാണാവുന്നത്. ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ എമിറേറ്റ്സ് IDയിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് ഏകദേശം ഒരു 53 ദിറംസേ ചാർജ് വരുന്നുള്ളൂ. ഇനി നിങ്ങളെക്കൊണ്ട് അതിന് ഒരു ഐഡിയ കിട്ടുന്നില്ല, ചെക്ക് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല എങ്കിലും ടൈപ്പിംഗ് സെൻറ്ററുകളിൽ എവിടെയെങ്കിലും സമീപിക്കാം. അവരുടെ എക്സ്ട്രാ ചാർജസ് അടക്കം നമുക്കത് മാറ്റാം. അതിനുശേഷം അബുദാബി പോലീസ് എന്ന വെബ്സൈറ്റിൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു UAE പാസ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാം. ഈ ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഓപ്പണിങ്ങിൻ്റെ ഏകദേശം ഒരു 50% അവിടെ കഴിഞ്ഞു. നമ്മുടെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി നമ്മുടെ ട്രാഫിക്കിൽ അപ്ഡേറ്റ് ആയി. ബാക്കിയുള്ളത് നമ്മൾ എവിടെ നമുക്ക് ഫയൽ ഓപ്പൺ ആക്കണം, നമുക്ക് ഏത് വേണം എന്നുള്ളത് മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കാണ് ഓട്ടോമാറ്റിക് ഒന്നും കൂടി ഗുണം. നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, പേഴ്സണൽ യൂസിന് പുറമേ നമുക്ക് അതുകൊണ്ട് ജോലി സംബന്ധമായിട്ട് പല കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ മാനുവൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പേഴ്സണൽ വണ്ടി ഓടിക്കാനും മറ്റ് ജോലികൾക്ക് അതിന് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് ഓട്ടോമാറ്റിക്കാണ്. അവർക്ക് മാനുവൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗിയർ ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾക്ക് എവിടെയാണ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും അബുദാബിയിൽ തന്നെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽദഫ്ര വെസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ അൽദഫ്ര ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിന് ഏകദേശം ഒരു 210 ദിറംസാണ് എനിക്ക് ചാർജ് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഓപ്പൺ ചെയ്തത്, ടൈപ്പിംഗ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല, മൊബൈലിന് ചെയ്തതാണ്. അതിനെന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനായിട്ട് ചോദിക്കാം. ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റയുടെ ID ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ TC നമ്പർ എന്ന് പറഞ്ഞിട്ട്. നമുക്കെല്ലാവർക്കും ട്രാഫിക്കിൽ ഒരു ട്രാഫിക് നമ്പർ ഉണ്ടാവും. ആ ട്രാഫിക് നമ്പറിലാണ് ഇത് രജിസ്റ്റർ ചെയ്ത് തരാം. അപ്പോൾ ആ ട്രാഫിക് നമ്പറും നമ്മൾ ഓപ്പൺ ചെയ്ത അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൽ കാണാം. ആ മെസ്സേജിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വരും. ആ മെസ്സേജ് നമ്മളെപ്പോഴും സൂക്ഷിക്കാം. ഇതിന് അടുത്ത പ്രൊസീജിയർ വരുന്നതാണ് നമുക്ക് ആ മെസ്സേജ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ആ മെസ്സേജ് വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പം ഈ പറഞ്ഞ 100, 210, അപ്പോൾ ഏകദേശം 400 സംതിങ് ആയി നമുക്ക് ആദ്യത്തെ കോസ്റ്റ്. രണ്ടാമതാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയർ ഏതാണോ ഡ്രൈവിംഗ് സ്കൂൾ, അല്ലെങ്കിൽ എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനിയാണ് എൻ്റെ നിയർ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തിയറി ടെസ്റ്റിന് നമുക്കൊരു അപ്ലിക്കേഷൻ കൊടുക്കണം. എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനിയിൽ പോവുക, നമ്മുടെ ഈ ഡീറ്റെയിൽസ്, ഈ മെസ്സേജ് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് അവരെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാനും തിയറി എക്സാമിനുള്ള അപ്പോയിൻമെൻറ്റും അവിടുന്ന് എടുത്തു തരും. അതിന് ഏകദേശം 890 ദിറംസാണ് ചാർജ് വന്നത്, 900 എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഈ അപ്പോയിൻമെൻറ്റ് എടുത്തു തരും. അവിടെ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് തരും. ആ പ്രിൻ്റ് ഔട്ടിൽ നമ്മുടെ
തിയറി ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റും ടൈമും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തിയറി ടെസ്റ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ അറ്റൻഡൻസ് അവരുടെ കയ്യിലുണ്ടാവും. പിന്നീട് നമുക്കൊരു ബുക്കോ അല്ലെങ്കിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ അവിടെ തന്നെ ഓഫീസിൽ തന്നെ കാണും, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന ഒരു PDF ഫയലും ഉണ്ടാവും. ഇത് നമുക്ക് റെഫറൻസ് ആയിട്ട് കയ്യിൽ വെക്കാം. ഈ ക്ലാസ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് കണ്ട് പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവുന്നത് കണ്ട് പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതായിരിക്കും. അതിപ്പോൾ നമുക്കൊരു സിനിമാ പാട്ടൊക്കെ എക്സാമ്പിൾ എടുത്താൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളൊരു മൂവിയുടെ ഒരു സീന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയുന്നത് ഈ വിഷ്വലൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കൊരു വലിയ സ്ക്രീനിൽ നമ്മുടെ റോഡ് സേഫ്റ്റി ക്ലാസ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് തിയറിക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക, അതിൻ്റെ എക്സാമ്പിൾസ്, എങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കണം, എന്തൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. ഈ എക്സാമിന് നമുക്ക് മലയാളം, ഇംഗ്ലീഷ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഒരു ട്രാൻസ്ലേറ്റർ നമുക്ക് വേണ്ടി ഉണ്ടാവും. അവർ നമുക്ക് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു തരികയും അതിൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് വരെ നമുക്ക് മലയാളത്തിൽ വായിച്ചു തരും. നമുക്ക് വ്യക്തമായിട്ടുള്ളത് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എക്സാം എഴുതാം. ഈ ക്ലാസ് രണ്ടും അറ്റൻഡ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് തിയറി ടെസ്റ്റിന് പോവാം. തിയറി ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇപ്പോൾ PCR ടെസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും PCR ടെസ്റ്റ് നമ്മളെല്ലാവരും 14 ദിവസം കൂടുമ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പം അൽഹുസൻ ഗ്രീൻ പാസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഓഫീസിലാണെങ്കിലും ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പുറമെ നമുക്ക് എവിടെയെങ്കിലും ആളുകളിൽ പോകണമെങ്കിൽ പോലും ഇപ്പോൾ ഗ്രീൻ പാസ് നിർബന്ധമാണ്. അപ്പോൾ അതവരെല്ലാവരും ശ്രദ്ധിക്കുക, അത് നമുക്ക് വേണം. അതിനുശേഷം അപ്പോൾ നമ്മൾ ഈ എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ നമുക്കൊരു 36 എങ്കിലും നമ്മൾ ശരിയാക്കണം, എങ്കിലേ നമ്മൾ ആ ടെസ്റ്റ് പാസ്സാവുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അതൊരു വലിയ റിസ്ക് പിടിച്ചൊരു സംഭവമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കും. നമുക്ക് ഇത് കേട്ട് പഠിച്ച് കണ്ട് അതിന് കൂടെ ഈ ബുക്കിൻ്റെ ഒരു റെഫറൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണത്. അതിനെ പറ്റി നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നന്നായി ശ്രദ്ധിക്കുക, ക്ലാസ്സുകളും അവർ പറയുന്ന രീതികളും. ഇപ്പോൾ ടയർ ലെങ്ത്തിൻ്റെതായാലും നമ്മൾ ഏത് സൈഡിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത്, റൗണ്ട് അബൌട്ടിൽ നമ്മൾ ആരെ മുൻഗണന കൊടുക്കണം, ഒരു ജംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സേഫ്റ്റി പരമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് വ്യക്തമായി കേട്ടാൽ തന്നെ 100% നമുക്ക് ആ എക്സാം പാസ്സാകുന്നതാണ്. കൂടുതലും മലയാളം ചൂസ് ചെയ്യാൻ മലയാളികൾ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ ഫെയിലിയേഴ്സിൻ്റെ ചാൻസസ് കൂടുതലാണ്. ഇംഗ്ലീഷിൽ ഫെയിലിയേഴ്സിൻ്റെ ചാൻസസ് കൂടാനുള്ള കാരണം ഭൂരിഭാഗം പേർക്കും നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ നമ്മളത് വായിച്ചു നോക്കും, നമ്മൾ ആൻസർ ചെയ്യും. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടും ചില അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യനിൽ വരുന്നത്. അത് മനസ്സിലാവാത്തത് കൊണ്ടും നമ്മൾ ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ മലയാളം ചൂസ് ചെയ്യുക. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രിഫറൻസ് മനസ്സിലാവും. പിന്നീട് എനിക്ക് പറയാനുള്ള കാര്യം, എക്സാം ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുക. എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അത് പാസ്സായി. നമുക്ക് ഒരു സ്ക്രീനും അതിന് ഒരു 10-12 പേർക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ ഉണ്ടാവും. അതിന് മുമ്പിൽ ഒരു ടാബ് ഉണ്ടാവും. ആ ടാബിലാണ് നമ്മൾ എക്സാംസിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നമ്മൾ ടച്ച് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിലെ സ്ക്രീനിൽ വലുതായിട്ട് എഴുതി കാണിക്കും. അതിൻ്റെ കൂടെ അവരത് വായിക്കുന്നുണ്ടാവും, നമ്മുടെ സ്ക്രീനിലും ഉണ്ടാവും. ഏറ്റവും നല്ലത് അവർ വായിച്ച് തരുന്നത് നമ്മൾ പ്രത്യേകം കേൾക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. നമ്മളുടെ സ്വയം തീരുമാനത്തിൽ ഒറ്റയടിക്ക് വായിച്ച് ആൻസർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമായിക്കൊള്ളുന്നില്ല പല ക്വസ്റ്റ്യൻസും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ആ സ്റ്റെപ്പ് പാസ്സായി. എല്ലാവർക്കും ഞാൻ അതിന് ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ചെയ്യാൻ പോകുന്നവരെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തേത് നമ്മൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, ട്രെയിനിങ് കാർഡ്. നമുക്ക് ഒരു പെർമിറ്റ് ഉണ്ട്. നമ്മുടെ റോഡ് ട്രെയിനിങ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമിറ്റ് നമ്മൾ എടുക്കണം.
അപ്പോൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പെർമിറ്റ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബുദാബി പോലീസിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഒരുപാട് സമയമായി ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ട്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കിട്ടും. അത് നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാം, അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള UAE പാസ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു സൈൻ ഇൻ മെത്തേഡ് നമുക്ക് ഒരു പുതിയ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടും അത് ഓപ്പൺ ചെയ്യാം. ബെറ്റർ നമ്മൾ UAE പാസ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുന്നതായിരിക്കും. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് സൈൻ ഇൻ ആവും. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ താഴേക്ക് പോയി സർവീസസിൻ്റെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ക്രിയേറ്റ് ട്രൈ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അതിൽ ക്രിയേറ്റ് ട്രൈ ഫയൽ എന്നുള്ളത് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും അതിൽ 1 by 1 ആയിട്ടുണ്ടാവും. അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ട്. ഈ ട്രെയിനിങ് കാർഡിൻ്റെയും നമ്മളുടെ ഈ പഠിക്കാനുള്ള പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂവൻസിന് വേണ്ടിയിട്ടാണ് ആ കാശ്. ഏകദേശം 115 ദിറംസാണ് അതിന് വരിക. അതിൻ്റെ കൂടെ ഒരു 3 ദിറംസ് എങ്ങാണ് വാറ്റ്. അത്രയും 118 മാക്സിമം. നമുക്ക് എമിറേറ്റ്സ് പോസ്റ്റ് ചൂസ് ചെയ്യാം ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് മെസ്സേജ് വരും എന്നാണ് നമ്മുടെ റോഡ് ടെസ്റ്റ് നമുക്ക് വരുന്നത് എന്നുള്ള മെസ്സേജ് അതിന് കൂടെ ഉണ്ടാവും. അപ്പം ഇത് ഏകദേശം നമ്മൾ 5 സ്റ്റെപ്പോളം കടന്നു. ട്രെയിനിങ് കാർഡ് നമ്മുടെ കയ്യിലേക്ക് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ എമിറേറ്റ്സ് പോസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെത്തും. ഈ ട്രെയിനിങ് കാർഡ് കയ്യിൽ വേണം നമുക്ക് റോഡ് ട്രെയിനിങ്ങിന്. ഇപ്പോൾ കാർഡ് കയ്യിൽ വേണമെന്ന് കമ്പൽസറി ആയിട്ടില്ല. കാരണം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, ഞാൻ ഈ പറഞ്ഞ അബുദാബി പോലീസിൻ്റെ ആപ്ലിക്കേഷനിൽ ഇത് അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്കതിൽ കാണാം നമ്മുടെ ട്രെയിനിങ് കാർഡ്, നമ്മളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അങ്ങനെയും അത് യൂസ് ചെയ്യാം. ട്രെയിനിങ് കാർഡ് കയ്യിൽ വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ അബുദാബിയിൽ മിനിമം 6 ക്ലാസ് നിർബന്ധമായിട്ടും നമ്മൾ റോഡ് ട്രെയിനിങ് പ്രാക്ടീസ് വേണമെന്നാണ്. 6 ക്ലാസ്. എൻ്റെ ഇവിടെ അൽദഫ്രയിൽ കോസ്റ്റ് ചെയ്യുന്നത് ഒരു 6 ക്ലാസ്സിനും ട്രെയിനിങ് സർട്ടിഫിക്കറ്റിനും കൂടി 500 ദിറംസാണ്. ഞാൻ മേലെ പറഞ്ഞിട്ടുള്ള ഈ എമൗണ്ടുകളൊക്കെ വ്യത്യസ്തപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീജിയണിലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളും വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പഠിച്ചത് എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനിയാണ്. അതായിരിക്കില്ല ചിലപ്പോൾ മുസ്തഫയിലുള്ളത്, അതായിരിക്കില്ല ചിലപ്പം നമ്മുടെ മറ്റേ എമിറേറ്റ്സിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ വേരിയൻസ് അതിലുണ്ടാവും. അത് കാര്യമാക്കണ്ട. പക്ഷേ എക്സാക്റ്റ് കോസ്റ്റ് ഏകദേശം ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഏകദേശം ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 6 ക്ലാസ് മിനിമം നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും നമുക്ക് എത്ര ക്ലാസ് വേണോ, എത്ര ക്ലാസ് ഓടിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയി വരുന്നത്, നമ്മൾ ഓടിച്ചത് വ്യക്തമാണ്, നമുക്ക് കംഫർട്ടാണ് എന്നുള്ളത് 6, 10, 15, 20 ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് ചാർജ് വരും. ഒരു ക്ലാസ്സിന് 70 ദിറംസ് ചാർജ് ചെയ്യുന്നവരുണ്ട്, 80 ദിറംസ് ചാർജ് ചെയ്യുന്നവരുണ്ട്, 60 ദിറംസ് ചാർജ് ചെയ്യുന്നവരുണ്ട്. പല സ്ഥലത്തും പല പോലെയാണ്, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഏതാണോ വേണ്ടത്, എത്ര ക്ലാസ് ആണോ വേണ്ടത്, എത്ര ക്ലാസ് കിട്ടിയാലാണ് നമ്മൾ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളത് നോക്കി അത്രയും ക്ലാസ് നമ്മൾ എടുക്കുക. എന്നിട്ട് കംഫർട്ടാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഓക്കെ. നമ്മുടെ റോഡ് ടെസ്റ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ ഈ ക്ലാസ് മൊത്തത്തിൽ എടുത്ത് തീർക്കുക. ഇൻ കേസ് ഏതെങ്കിലും സിറ്റുവേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വന്നാൽ ഈ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് നമുക്ക് റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകരുത്. ഈ ട്രെയിനിങ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പഠിപ്പിച്ച ട്രെയിനർ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്നും ഇന്ന സ്റ്റുഡൻറ്റ് ഇത്ര സമയം എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ട്രെയിനിങ് പെർമിറ്റിൻ്റെ കൂടെ നമുക്കത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റൂട്ട് ടെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. പിന്നീട് നമുക്ക് പോകേണ്ടത് നേരെ ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലേക്കാണ്. ഞാൻ ഈ പറഞ്ഞത് ഗോൾഡൻ ചാൻസിനുള്ള ആളുകൾക്കാണ്. ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലേക്ക് പോവുക ഗോൾഡൻ ചാൻസിൻ്റെ ആളുകളാണ്. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്
നിങ്ങളുടെ കോൺഫിഡൻസ് ഓക്കെയാണ്, നിങ്ങൾ വണ്ടി ഓടിച്ചത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലേക്ക് പോവാം. റോഡ് ടെസ്റ്റ് ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും കൂളായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും പോവുക. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് വിചാരിച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി പോകരുത്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം നന്നായിട്ട്, പിന്നെ നാട്ടിൽ ലൈസൻസും ഉണ്ട്. അത് വെച്ച് പേടിയില്ലാണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനോധൈര്യത്തോടു കൂടി പോവുക. ടെസ്റ്റിന് 1 പോലീസുകാരാവും 2 പോലീസുകാരാവും നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവും. ടെസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്ന ട്രെയിനർ നമ്മളുടെ മിറർ ചെക്ക് ചെയ്യാനും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാനും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ കയറുമ്പോൾ സലാം പറയാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവാം. പല സ്ഥലങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അത്രയൊന്നും താല്പര്യമില്ല എനിക്കും. എൻ്റെ അടക്കം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പോലും അതിൻ്റെ ഒരു 1/3 ഭാഗമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വീണ്ടും നമുക്കത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ മിറർ ചിലപ്പം ഓരോരുത്തരുടെ ഹൈറ്റിനും നമ്മുടെ അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സെൻറ്റർ മിറർ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സൈഡ് മിറർ ഓൾറെഡി ഓക്കെ ആയിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും 3 മിററിലേക്കും നമ്മൾ ഹെഡ് ചെക്ക് ചെയ്യണം. നമ്മളോട് വണ്ടി എടുക്കാൻ പറഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ, സാധാരണ ചില ആളുകൾ, അറിയുന്ന ആളുകൾ കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ നോക്കും. പക്ഷേ അതൊരു ഫെയിലിയറിനുള്ള വലിയൊരു കാരണമാണ്. അപ്പോൾ ഹെഡ് ചെക്ക് എന്ന് പറയുന്നത് നമ്മുടെ 3 മിററിലേക്കും, ലെഫ്റ്റ് സൈഡിലുള്ള മിറർ, സെൻറ്റർ മിറർ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള മിററിലേക്കും നമ്മൾ തല തിരിച്ച് തന്നെ നോക്കണം. അപ്പോഴേ നമ്മുടെ ഇൻസ്പെക്ടർക്ക് മനസ്സിലാവും നമ്മളെവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ റോഡിയുടെ സേഫ്റ്റി ശ്രദ്ധിക്കുന്നുണ്ട് എന്നത്. സീറ്റ് ബെൽറ്റ് പിന്നെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ്, അത് മറന്നു പോകരുത്. വണ്ടി ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ താത്താൻ മറന്നു പോകരുത്. ഹാൻഡ് ബ്രേക്കിലുള്ള വണ്ടി ഹാൻഡ് ബ്രേക്ക് താത്താണ്ട് ഗിയറിലിട്ട് വണ്ടി എടുത്ത് ഓഫായി പോയ ഒരുപാട് ആളുകൾ ഫെയിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇത് ഒരു പക്ഷേ ടെൻഷൻ കൊണ്ടായിരിക്കും നമ്മൾ ഈ കാര്യം മറക്കുക. നമുക്കെല്ലാം അറിയുന്നുണ്ടാവും, എങ്കിൽ പോലും നമ്മൾ ടെൻഷൻ കൊണ്ട് ഗിയർ, ഹാൻഡ് ബ്രേക്ക് താത്താതെയോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് പകരം തേർഡിലേക്ക് ഇട്ടും വണ്ടി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ചിലപ്പം വണ്ടി നീങ്ങില്ല, റൈസ് ആവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അത് മാക്സിമം ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക്കിന് പിന്നെ ഈ കുഴപ്പമില്ല, ഹാൻഡ് ബ്രേക്ക് താത്താം, ഗിയർ ഒരു പ്രാവശ്യം ഡ്രൈവ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളും. അപ്പോൾ അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ചെയ്യാം. റോഡ് ടെസ്റ്റിൽ മെയിനായിട്ട് നമ്മളോട് പറയും വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് ഓടിക്കാൻ പറയും. റോഡ് അബൌട്ട് ഫുൾ റൗണ്ട് ചെയ്തിട്ട് റൈറ്റോ ലെഫ്റ്റോ എടുക്കാൻ പറയും. ഫുൾ റൗണ്ട് ചെയ്ത് സ്ട്രൈറ്റ് എടുക്കാൻ പറയും. മുന്നിലും സൈഡിലും വാഹനങ്ങളില്ലെങ്കിൽ പോലും നമ്മളോട് ഓവർടേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇൻഡിക്കേറ്റർ എടുത്ത് ഒന്ന് ആക്സിലറേഷൻ കൂട്ടി വീണ്ടും ഇങ്ങോട്ട് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ കയറിയ ട്രാക്കിൽ നിന്ന് തിരിച്ച് അതേ ട്രാക്കിലേക്ക് എത്തിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഏകദേശം 100% ഓക്കെ ആയിരിക്കും. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് അവരെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവൻ റോഡിലേക്ക് ഇറങ്ങാൻ മാത്രം കോൺഫിഡൻ്റ് ആയിട്ടില്ല, അക്കാരണം കൊണ്ട് പോലും നമ്മൾ ഫെയിലായി പോയേക്കാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ റോഡ് ടെസ്റ്റിന് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ടെസ്റ്റിൽ നമ്മളെ കൊണ്ടുപോകുക ഒരു ബസ്സിലാണ്. ടെസ്റ്റിൻ്റെ കാർ മുമ്പിലും നമ്മളൊരു ബസ്സിലും ആയിരിക്കും ഉണ്ടാകും. ഈ ബസ്സിലേക്ക് കയറാൻ നമുക്കൊരു 210 രൂപ ചാർജ് ഉണ്ട്. അതാണ് നമുക്ക് അവിടുന്ന് ടെസ്റ്റ് അപ്പോയിൻമെൻ്റ് എന്ന് പറയും. ഇതിൻ്റെ കാശ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറാനും, ബസ്സിലേക്ക് കയറുമ്പോൾ 48 ഹവേഴ്സിൻ്റെ അൽഹുസൻ ടെസ്റ്റ് നിർബന്ധമായിരിക്കും. നമുക്ക് PCR നമ്മളെപ്പോഴും പോകുന്നതിന് തലേ ദിവസം ഒരു വൈകിട്ടോ ഉച്ചക്കോ എങ്കിലും എടുത്താലേ നമുക്ക് രാത്രിയിലേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗിലേക്കോ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതെപ്പോഴും നല്ല ശ്രദ്ധിക്കുക. പല സ്ഥലത്തും വൈകി പോകാറുണ്ട്. വൈകി പോയാൽ നമുക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ബസ്സിനകത്ത് കയറാൻ കഴിയില്ല, നമുക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. ടെസ്റ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, അതിലേക്ക് കയറാനുള്ള വഴിയും പറഞ്ഞു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ 210 ദിർഹംസ് നമുക്ക് ഇതിന് ചിലവ് വരും കയറുന്നതിന്. അത് കഴിഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞു, നിങ്ങൾ പാസ്സായാൽ മൊത്തത്തിൽ എത്ര പേരുണ്ടോ ടെസ്റ്റിന്, ആ ടെസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞ് നമ്മുടെ വണ്ടി തിരിച്ച് മൊറൂറിനകത്തേക്ക് പോയി ഈ ഇൻസ്ട്രക്ടറുടെ കയ്യിൽ നമ്മുടെ എല്ലാവരും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇവരത് തിരിച്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് വരും നമ്മൾ ഫെയിലാണോ പാസ്സാണോ എന്നുള്ളത്. മാക്സിമം ആളുകൾ പാസ്സാകുമെന്ന് വിചാരിക്കുന്നു. പാസ്സാവട്ടെ, അതിനുള്ള കോൺഫിഡൻസിൽ പോവുക. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഗോൾഡൻ ചാൻസ് ഞാൻ ഫെയിലായതാണ്. ഗോൾഡൻ ചാൻസിൽ ഞാൻ ഫെയിലായിപ്പോയി. അതിൻ്റെ കാരണങ്ങൾ പലതാവാം.
ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ബസ്സിലേക്കോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലേക്ക് കയറിയപ്പോൾ ഉള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ 6 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിക്കാൻ അറിയാം, എല്ലാം അറിഞ്ഞിട്ടും ടെസ്റ്റിന് പോയ സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളും പറയാനുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ പേടിയും എല്ലാം കൊണ്ടും നമുക്കത് ഫെയിലായി. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് രണ്ടാമത് ഉള്ളത്, ഒന്ന് ഫെയിലായവർക്കും ഇനി ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്തവർക്കും കൂടിയുള്ള പോർഷനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അവർക്ക് ഒരു സ്റ്റേജ് കൂടി കടക്കാനുണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക്കിനും പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ ലൈസൻസ് എടുക്കാൻ. അപ്പോൾ 90 ഡിഗ്രി പാർക്കിംഗ് ഉണ്ട്, ഡയറക്റ്റ് റിവേഴ്സ് പാർക്കിംഗ് ഉണ്ട്, നമുക്ക് ബ്രിഡ്ജ്, ഇങ്ങനെ 3 പാർക്കിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് പഠിക്കാൻ ഇതേപോലെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് കമ്പനിയിൽ പോയിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. അവരെന്ത് ചെയ്യും, ഒരു ഡേറ്റ് തരും, ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതിന് തലേ ദിവസം അല്ലെങ്കിൽ ആ ടെസ്റ്റിൻ്റെ അന്ന് നമുക്ക് പാർക്കിംഗ് ഇട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് അവരുടെ ഭാഗത്തുനിന്ന് തരും. അതിന് ഏകദേശം 210 ദിർഹംസാണ് വരിക. അപ്പോൾ ഗോൾഡൻ ചാൻസ് കിട്ടിയവർ അല്ലെങ്കിൽ ഗോൾഡൻ ചാൻസ് ഉള്ളവർ ആദ്യം ഇതിനെപ്പറ്റി കേൾക്കേണ്ടതില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഫെയിലായവർക്കും ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്തവർക്കും കൂടിയാണ് ഇത് പറയുന്നത്. അപ്പം ഈ പാർക്കിംഗ് ടെസ്റ്റ് സിമ്പിളാണ്, അത്യാവശ്യം വണ്ടിയുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്. അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ ശരിയായിട്ട് കേൾക്കുക. നാട്ടിൽ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ അയച്ചിടുമ്പോൾ നമ്മളോട് പറയുന്നത് കേട്ടിട്ടില്ലേ, മിററിൽ ബാക്കിലെ ഗ്ലാസ്സിൽ നമ്മൾ കുറ്റി കാണുമ്പോൾ തിരിക്കുക, അതേപോലെ റിബൺ കാണുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുക, ഇതേപോലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തരും. അത്ര തന്നെ ഉള്ളൂ, അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് കാണരുത്. ഓട്ടോമാറ്റിക് ഉള്ളവർക്ക് ബ്രിഡ്ജിൻ്റെ ടെസ്റ്റ് ഇല്ല, പാർക്കിംഗ് മാത്രമേ ഉണ്ടാവൂ. മാനുവൽ ഉള്ളവർക്ക് ബ്രിഡ്ജിൽ വണ്ടി കയറ്റി നിർത്തി അവിടുന്ന് പിന്നെ പുറകോട്ട് ഇറങ്ങാതെ എടുത്ത് പോകാനുള്ള ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റോഡ് ടെസ്റ്റിലേക്കാണ് തിരിച്ചു വരും. ഫെയിലായവർ വീണ്ടും 6 ക്ലാസ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അതിന് വീണ്ടും നമുക്കൊരു 500 രൂപ ചിലവ് വരും. പിന്നെ പാസ്സായവർ പിന്നെ ഈ വീഡിയോ ഇനി കാണേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫെയിലായവർ വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വരും. പാർക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുന്നു, റോഡ് ടെസ്റ്റിലേക്ക് പോകുന്നു, സെയിം പ്രൊസീജിയർ. നമ്മൾ 210 രൂപ അടക്കുന്നു, ബസ്സിലേക്ക് കയറുന്നു, പഠിക്കുന്നു, നമ്മൾ വീണ്ടും ടെസ്റ്റിലേക്ക് പോകുന്നു. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ഗോൾഡൻ ചാൻസിൽ പാസ്സാവാൻ നോക്കുക. രണ്ടാമത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർ പിന്നെ ഗോൾഡൻ ചാൻസ് എടുക്കുക. ഇനി പാർക്കിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ചിലവർ പാർക്കിംഗ് കൂടി എടുത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് അയച്ചു ചോദിക്കുക ഇൻസ്റ്റയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും. മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ അബുദാബി പോലീസ് ആപ്ലിക്കേഷനിൽ ഇഷ്യൂ ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സർവീസസ് എടുത്ത് നോക്കിയാൽ കാണാം. ആ ഇഷ്യൂ ലൈസൻസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ അതിൽ കാണിക്കും. ഇതുപോലെ ഇതിൻ്റെ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതിന് കാശ് 300 ദിർഹംസ് ലൈസൻസിനും 15 ദിർഹംസ് നമ്മൾ ഏത് പോസ്റ്റിനാണോ, നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്, പോസ്റ്റ് സർവീസ് ഉണ്ട്, ഏതാണോ വേണ്ടത് അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ 2 ദിവസത്തിനകം നമുക്ക് നമ്മുടെ ലൈസൻസ് കിട്ടും. ഐ ടെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലാസ് ഉള്ളവർ, ഞാൻ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആളാണ്, എൻ്റെ ലൈസൻസിൽ ഗ്ലാസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഗ്ലാസ് ഉള്ളവർ ഗ്ലാസ് നിർബന്ധമായിട്ടും വയ്ക്കുക. ലൈസൻസിൽ ഗ്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് നിർബന്ധമാണ്. ഗ്ലാസ് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ ലൈസൻസിൽ ഗ്ലാസ് ഉണ്ട്, നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു ഒഫൻസായി മാറും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഗ്ലാസ് ഉള്ളവർ, ഗ്ലാസ് ഇല്ലാത്തവർ ഇതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസ് ഉള്ളവർ റോഡ് ടെസ്റ്റിന് പോകുമ്പോഴും ഗ്ലാസ് വെക്കൽ നിർബന്ധമാണ്. നമ്മുടെ സേഫ്റ്റി പ്രമാണിച്ച് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് ഉള്ള ആളാണ്, നമ്മൾ ഗ്ലാസ് വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിഹേവിയറിങ് എപ്പോഴും കൂളായിരിക്കണം. നമ്മൾ കയറുമ്പോൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ് കയറുന്നത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചോദിക്കാം. ഇതാണ് UAE ലൈസൻസിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ്.
എൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഗോൾഡൻ ചാൻസ് എനിക്ക് മിസ്സായി, ഫെയിലായി. രണ്ടാമത്തെ ടെസ്റ്റിൽ ഞാനത് എടുത്തു. ഇപ്പം എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് രണ്ടാമത്തെ ടെസ്റ്റിൽ ഞാൻ വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത്. എൻ്റെ പേര്, വീട് എവിടെയാണെന്ന് ചോദിക്കുകയും അതുപോലെ നാട്ടിൽ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പം നമ്മൾ ആ രീതിയിൽ കൂളായി നിൽക്കുമ്പോൾ അവർ നമ്മളടുത്തും അതുപോലെ നിൽക്കുള്ളൂ. ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിഷയങ്ങളുമില്ല. ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ ഫയൽ ഓപ്പൺ ചെയ്യാനോ ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്യാനോ പെർമിറ്റ് എടുക്കാനോ അപ്പോയിൻമെൻറ്റ് എടുക്കാനോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു മടിയും വിചാരിക്കേണ്ട. പിന്നെ തോൽവി ഇതിൻ്റെ ഭാഗമായിട്ട് 5 ടെസ്റ്റും 6 ടെസ്റ്റും ഒക്കെ എടുത്തിട്ടും കിട്ടാത്തവരുണ്ട്. അവരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. പിന്നെ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓഫീസ് ജോലിയാണ്. ഭാവിയിലേക്ക് നമുക്ക് വല്ല അപ്ഡേഷൻസും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു മുൻഗണന കിട്ടുന്ന സംഭവമാണ്. അതുപോലെ ഇവയിൽ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും എമർജൻസി പോകേണ്ട ആവശ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഉപകാരമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കരിയർ ഗ്രോത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ലൈസൻസ് നിർബന്ധമായി എടുക്കുക. ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഫർമേഷൻ പറഞ്ഞു തന്നതിൽ സന്തോഷം. എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം, ചോദിക്കാം. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്, സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താങ്ക് യു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ഇൻഫർമേഷൻസോ അപ്ഡേഷൻസോ കിട്ടുന്നവർക്ക് വേണമെന്നുള്ളവർക്ക് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് കിട്ടും. റെഗുലറായിട്ട് ഒരു യൂട്യൂബ് പോസ്റ്റുകളോ വീഡിയോസോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇതേപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.